എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. ഓക്കെ, അവർ പറയുകയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ ഒരു നല്ല ഡീസൻസി ഉള്ള സ്റ്റേജിൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട എന്നുള്ളത്. വി ഡി സതീശൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ വിവാദങ്ങളുടെ ഇടയിലും വി ഡി സതീശൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഈ മണലിടിച്ചിൽ, വെള്ളപ്പൊക്കം, അതൊക്കെ ആയി ഒരുപാട് പേര് മരിച്ചു. ആ സമയത്തൊക്കെ ഈ വി ഡി സതീശൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഹെലികോപ്റ്ററിൽ സ്വന്തം അമ്മായിയമ്മയെ കാണാൻ വേണ്ടി പോകുക, ഹെലികോപ്റ്റർ സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അവിടെയൊക്കെ ജനങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് പ്രാണവേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ വേണ്ടിയിട്ട് ആൾക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ വി ഡി സതീശന്റെ ഒരു വീഡിയോ വരികയാണ്. മറ്റു സുഹൃത്തുക്കളുമായി നിന്നുകൊണ്ടുള്ള മൃഷ്ടാന ഭോജനം എന്ന് പറയില്ല, അത്ര രീതിയിലുള്ള ചിക്കനും മട്ടനും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് സദ്യ കഴിക്കുന്ന അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന വി ഡി സതീശൻ. ആർക്കും കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, ആഹാരം കഴിക്കാൻ ആരായാലും ആഹാരം. പക്ഷെ അത് ഇങ്ങനെ ഈ ഒരു സമയത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഈ പറയുന്ന നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, സ്വന്തക്കാർ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരത് കാണുമ്പോൾ ഇവിടെ വി ഡി സതീശൻ വരുന്നില്ല, ഒന്നും ചെയ്തില്ല, അവരവിടെ ഇരുന്ന് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അവരവരുടെ പിന്നെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, അവരുടെ സദ്യ വിളമ്പുന്നു, മറ്റത് പോകുന്നു, ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് അമ്മായിയപ്പനെ കാണാൻ പോകുന്നു, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരിതം സംഭവിച്ച സ്ഥലത്തേക്ക് വരാൻ അവിടെ ഒന്ന് എത്തി നോക്കുന്ന വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വിവാദം അവിടെ നടക്കുന്നു എന്നുള്ളത്. ഇപ്പോ നിലവിൽ മറ്റൊരു വിവാദം നടക്കുന്നുണ്ട്. അത് ടെസ്നിക്കാൻ വഴിയാണ് ആ ഒരു വിവാദം. അതിനകത്തും വി ഡി സതീശൻ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതായത് ഇപ്പൊ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് 24 ന്യൂസിലായിക്കോട്ടെ ഈ വസ്ത്രധാരണവുമായി സംബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു ഡിബേറ്റ് നടക്കുന്നു. ആ ഡിബേറ്റ് നടക്കാൻ മുമ്പ് നടന്ന പല സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമാണ്. ഓക്കെ, അവിടെ ഈ പറയുന്ന ടെസ്നിക്കാൻ, അതായത് ഈ ഐശ്വര്യ ചന്ദ്രൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജോജു ജോർജിന്റെ പരിപാടി എന്ന് പറയുന്ന നല്ല പേരല്ലേ, പരിപാടി. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത്, ഞാൻ ആദ്യം കരുതി വരവെന്ന സിനിമയായിരിക്കും ഈ പറയുന്ന ഐശ്വര്യ ചന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത പോലെ കാണുന്നത് പരിപാടി എന്ന് പറയുന്ന സിനിമയിലാണ്. ആ പരിപാടി എന്ന സിനിമയിൽ, അത് ജോജു സംവിധാനം ചെയ്യുന്ന പരിപാടി എന്ന സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിച്ച ഐശ്വര്യ ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു നടി. ഓക്കെ, കൊച്ചിക്കാരിയാണ്, മലയാളിയാണ്, ഒക്കെ ശരിയാണ്, ഒക്കെയാണ്. അപ്പോൾ അവര് വി ഡി സതീശനുമായിട്ട് ഒരു ജുവലറി, ഡയമണ്ട് ഉദ്ഘാടനത്തിൽ പോയ ഒരു സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഇത് വന്നത് എന്നുള്ളതാണ്. ആദ്യം എന്താണ് ടെസ്നിക്കാൻ പറഞ്ഞത്, ഇവരുടെ വസ്ത്രധാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, ഇത് ഇവർ ചെയ്തത് ശരിയാണോ, അതായത് ഈ ഐശ്വര്യ ചന്ദ്രൻ ചെയ്തത് പിന്നെ ആ ഒരു രീതിയിലുള്ള വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലേക്ക് പോയത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അതിനോടൊപ്പം ടെസ്നിക്കൻ പറഞ്ഞതിൽ തെറ്റാണോ, ടെസ്നിക്കൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാമെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ പറയുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ആ ഒരു വീഡിയോ. ആ വീഡിയോക്ക് നമുക്ക് കാണാം, ഈ പറയുന്ന ഐശ്വര്യ ചന്ദ്രൻ എന്ന് പറയുന്നവര് കുറച്ച് നമ്മുടെ ക്ലീവേജ് ഒക്കെ കാണിക്കുന്നതിൽ കുറച്ച് ഇറക്കമുള്ള ഒരു സാധനമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിന് താഴെയായിട്ട്, ഈ ഒരു റീല് വന്നതിന് താഴെയായിട്ട് തസ്നിഖാൻ നമുക്കറിയാമല്ലോ, പഴയ സിനിമാ നടിയാണ്, പിന്നെ ബിഗ് ബോസ് താരമാണ്, ഒക്കെയാണ്. തസ്നിഖാൻ വന്നൊരു കമന്റ് ചെയ്തു. ആ കമന്റ് ഞാൻ ഇവിടെ വെക്കാം. കമന്റ് ഇങ്ങനെയാണ്: എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. ഓക്കെ, അവർ പറയുകയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ ഒരു നല്ല ഡീസൻസി ഉള്ള സ്റ്റേജിൽ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേജിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ചു വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു എന്നുള്ളതാണ്. അതായത് തസ്നിഖാന്റെ കണ്ണിൽ ഈ ഐശ്വര്യ പിന്നീട് ചന്ദ്രൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത്ര മാന്യമുള്ള ഡ്രസ്സ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് തസ്നിഖാൻ പറഞ്ഞ കമന്റ്. ഇതിനകത്ത് പിന്നീട് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഐശ്വര്യ ചന്ദ്രന്റെ മറ്റൊരു റീലും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം.
മറ്റൊരു റീഡാണ്. ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്ലീവേജെ കുറിച്ച് നല്ല താഴ്ത്ത് കാണാൻ വേണ്ടി തന്നെയാണ് അവർ ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കുന്നത്. മറ്റുള്ളവരെ കണ്ട് ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്, വേറെ ഒന്നുമില്ല. അവർക്ക് കാണണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ എന്താണ് കണ്ണാടി നോക്കിയാൽ പോലെ വെളിയിലിട്ടിട്ട് വരുന്നെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത്. ഇനി ഈ ഡ്രസ്സിൽ ഒരു ഒരു വൃത്തികേടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ പിന്നീട് ചിന്ത പോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിതില് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പറയുന്ന നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒക്കേഷൻ അനുസരിച്ച് മാന്യമായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ കൂടെ വരുന്നവർക്ക് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അവരെന്ത് കാണണമെന്ന് അവരാണ് തീരുമാനിക്കില്ല. അവരുടെ ഫ്രണ്ടിലേക്ക് അവർക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത വസ്ത്രധാരണം വരുമ്പോൾ അവരത് പറയും. അവർക്കത് പ്രതികരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഡ്രസ്സിൽ വലിയ കുറ്റം പറയാനൊന്നും ഇല്ല എന്നാണ് പറയുക. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ സംഭവം നോക്കി ഇതൊന്നും വേണ്ടിയിരുന്നത് ഇതിനെക്കാട്ടി അപ്പുറമാണ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. പക്ഷെ ഇത് ഒരു കുറച്ച് ഫ്രണ്ട് ഭാഗം കുറച്ച് ഇറക്കിയിരുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ അതൊരു വലിയൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. ഇനി തസ്നീഖാന്റെ വിഷയത്തിലേക്ക് വന്ന് തസ്നീഖാൻ അത് തോന്നുന്നത്, കാരണം തസ്നീഖാൻ എപ്പോഴും തസ്നീഖാന്റെ പിന്നെ ഡ്രസ്സിംഗ് രീതി എപ്പോഴും വളരെ അവരുടെ ഭാഷയിൽ അവരുടെ എപ്പോഴും ശരീരം മറച്ച് മാന്യമായ രീതി എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരി ശരീരം മറച്ചുകൊണ്ട് മാക്സിമം ശരീരമായി മറച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതിയിൽ ജീവിച്ചു വരികയും ചെയ്ത ഒരു സ്ത്രീയാണ് സ്ത്രീകൾ. അപ്പൊ അവർക്കിത് കാണുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേര് ഇതുകൂടി ഡ്രസ്സിൽ കുറച്ചുകൂടി മാന്യമായിട്ട് ധരിച്ചുകൂടെ. അപ്പൊ അവരുടെ മാന്യതയിൽ അവർക്കിത് മാന്യതയില്ല. സ്വന്തം മക്കളായിക്കോട്ടെ, സ്വന്തം മക്കളായിരുന്നെങ്കിൽ അവരിത് പറയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു ഡ്രസ്സ് വെച്ച് കണ്ടിട്ട് നമുക്കൊരിക്കലും അവളുടെ ഡ്രസ്സ് ഇത് ഒക്കെ മാന്യതക്കേടാണ്, ഇത് മാന്യമായ ഡ്രസ്സല്ല എന്ന് എനിക്ക് പ്രഥമ ദൃഷ്ടിയിൽ ഇത് തോന്നുന്നില്ല. ഇപ്പം അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 1-2 റീൽസ് ഇവിടെ കൊടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഐശ്വര്യ പിന്നെ ചന്ദ്രന് അതൊരു വൃത്തികേടായിട്ട് വളരെ കംഫർട്ടാണ് അവിടെ നിൽക്കുന്നത്. അത് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതെനിക്ക് മറക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലവരൊക്കെ എന്താണ് ഈ പറയുന്ന ഇത് ഇട്ടുകൊണ്ടൊന്നും ഇങ്ങനെ പിടിച്ചു മറക്കും, ഇങ്ങനെ പിടിച്ചു മറക്കും, ഇങ്ങനെ വെക്കും, മറച്ചു വെക്കും, കാണരുത് ഇതിങ്ങനെ തുറന്നിട്ടും വരും, പിന്നെ അത് പൊത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ആ പെൺകുട്ടി ഐശ്വര്യ ചന്ദ്രൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൃത്തികെട്ടലും മാന്യമില്ലാത്ത ഒരു ഡ്രസ്സാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അതുമല്ല ഇവിടെ നമ്മുടെ വേദിയും കൂടി നോക്കണം എന്നുള്ളതാണ്. ഇവിടുത്തെ വേദി എന്ന് പറയുന്നത് ഈ പിന്നീട് സ്വർണം, ഡയമണ്ട് അങ്ങനെയുള്ള ഏതോ ഒരു കട കൊച്ചിയിലാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പം അങ്ങനെയുള്ള കട സ്വർണം, ഡയമണ്ട് അങ്ങനെയുള്ള കടകളിൽ ഉദ്ഘാടനം ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് തന്നെയാണ് സിനിമാ നടികൾ പൊതുവെ വരാറുള്ളത് എന്നുള്ളതാണ്. അവിടെ വി ഡി സതീശൻ വന്നതാണ് പ്രദേശം. വി ഡി സതീശൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടണമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് ഇത് ഐശ്വര്യ ചന്ദ്രന്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവാം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവും. ഓക്കെ, മുഖ്യമന്ത്രി ആ ചടങ്ങിലുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവിടെ വന്ന് ഉദ്ഘാടിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണേണ്ടതായിട്ട് വരും, ഒത്തിരുന്ന് ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഐശ്വര്യ ചന്ദ്രൻ അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഐശ്വര്യ ചന്ദ്രൻ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ മാന്യമായ ഡ്രസ്സെന്ന് അവർ വിശ്വസിക്കുന്നു എന്നതാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്. അപ്പം മുഖ്യമന്ത്രി ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു ഡ്രസ്സ് വിഷയമല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പം എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം, മുഖ്യമന്ത്രി എന്നാൽ നമ്മൾ ബഹുമാനം കൊടുക്കുന്ന, നമ്മൾ ബഹുമാനത്തോട് കാണേണ്ട ഒരു വ്യക്തിയാണ്. അത് ഏത് രാജ്യത്തെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അപ്പൊ അവരുടെ ഫ്രണ്ടിൽ ഒരു വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന മോശം തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് പിന്നെ ഒക്കേഷൻ അനുസരിച്ച് എവിടെയാണ് നമ്മൾ പോകുന്നത്, മരണ വീട്ടിലാണോ, സ്കൂളിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേദിയിലാണോ, ഫാഷൻ പരേഡിലാണോ? ഈ പെൺകുട്ടിയും ഇപ്പൊ ഫാഷൻ രംഗത്തൊക്കെ ഒരുപാട് ഉണ്ടായ പെൺകുട്ടിയാണ്. അപ്പൊ അവിടെയൊക്കെ എന്ത് തരത്തിലുള്ള അവിടെയൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ രീതിയിലുള്ള മാന്യമായിട്ടുള്ള ഡ്രസ്സ്, ആ മാന്യത എന്നല്ല, അതിന് യോജിച്ച ഡ്രസ്സ് എന്നുള്ളതാണ്. അവിടെ ആരൊക്കെ വരും, അവിടെ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്, ആരൊക്കെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ളതാണ്. അത് അവർക്ക് നമ്മുടെ ഡ്രസ്സ് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കും. അത് അവരെന്തോ ആയിക്കോട്ടെ, പിന്നെ അവർക്ക് എന്ത് തോന്നിയാലും അവരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നം, ഞാൻ തുണിയില്ലാതെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. നിങ്ങൾ തുണിയില്ലാതെ നടക്കുന്ന ഒറ്റയ്ക്കായിരിക്കണം, അല്ലെങ്കിൽ വിജനമായ സ്ഥലത്തായിരിക്കണം. മറ്റുള്ളവരുണ്ടെങ്കിൽ സമൂഹമുള്ള സ്ഥലത്ത് കുറെ ജനങ്ങൾ കൂടി നിൽക്കുന്ന പൊതുവായ സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തുണിയില്ലാതെ പോകില്ല. അത് അവർക്കൊരു അൺകംഫർട്ടബിൾ ആണെന്നേ. അവർക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ സ്വാതന്ത്ര്യം കൂടി നമ്മൾ
എന്താണ് കണക്കിൽ എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഡ്രസ്സിൽ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊരു ഭയങ്കര വൾഗറായിട്ടുള്ള ഒരു മാന്യത ഇല്ലാത്ത ഡ്രസ്സാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ അനുസരിച്ച് വളരെ മാന്യതയുള്ളതാണ്. പക്ഷെ ഇതൊന്നും അല്ല. ഇപ്പൊ നമുക്ക് ഇതൊക്കെ നല്ല താഴ്ത്തിട്ട് ഒരു സ്കേർട്ട് ഒക്കെ ഇട്ട് പിന്നെ തുടയും അതൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ നമുക്കിതിനെ വിമർശിക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഒരു ഫ്രണ്ടിൽ ഒരു ചെറിയ ക്ലീവേജ് കാണിച്ചു എന്നുള്ളതല്ലാതെ വലിയൊരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ മാന്യത ഇല്ലാത്ത ഒരു ഡ്രസ്സായിട്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ തസ്നീം ഖാനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവർ വളർന്ന രീതി അവർക്കത് മാന്യത ഇല്ലാതായിട്ട് തോന്നിയത് അത് അവർ കണ്ടു വളർന്ന അല്ലെങ്കിൽ അവർ ജീവിച്ചു വളർന്ന സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ ആരുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ളതാണ്. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.